വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മിന്ത്ര ആൻഡ് മീഷോ ഹോളും ആയിട്ടാണ്. ഇപ്പൊ മിന്ത്രയിലൊക്കെ നല്ല രീതിയിൽ ഓഫർ നടക്കാണ്. നിങ്ങൾ ആവശ്യമുള്ളവർ വേണേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് സംസാരിച്ച സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരെണ്ണം മാത്രം 3 പീസ് സെറ്റും ബാക്കിയെല്ലാം 2 പീസ് സെറ്റാണ്. മനസ്സിലായല്ലോ. ഒരെണ്ണത്തിന് ഷോളും കൂടി വിത്ത് ഷോള് കൂടിയാണ്, ബാക്കിയെല്ലാം ബോട്ടവും ടോപ്പും മാത്രമായിട്ട്. അങ്ങനെ 5 ജോഡിയാണുള്ളത്. ആദ്യം ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയത് കാണിക്കാം, അത് കഴിഞ്ഞ് മീഷോയിൽ നിന്ന് വാങ്ങിയത് കാണിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ വന്ന് ഒരു 2 പീസ് സെറ്റാണ്. എല്ലാം കോട്ടൺ ആണേ, എല്ലാം പ്യുവർ കോട്ടൺ ആണ്. ഇത് ഇങ്ങനാണ്. ഇതാണ്. ഇതെനിക്ക് XXL അറിയാതെ തെറ്റി വന്നതാ. പിന്നെ എനിക്ക് റിട്ടേൺ അയക്കാം, വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ റിട്ടേൺ ഒന്നും അയച്ചില്ല. എനിക്ക് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയാവും, കുഴപ്പമില്ല. പിന്നെ വരിക 2 പീസ് സെറ്റാണ്. ഒരു ബോട്ടവും ഒരു ടോപ്പും. പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഒക്കെ കേട്ടോ. ഇതിൽ ചെറിയതായിട്ട് ഒരു സ്ട്രൈപ്പ് പോകുന്നുണ്ട്. പിന്നെ അതിലൊരു മാങ്ങാപ്പിഞ്ചിന്റെ ഡിസൈൻ ഉണ്ട്, വൈറ്റ് കളർ. അങ്ങനെ അത് പോകുന്ന ഡിസൈൻ ഒന്നും അല്ല കേട്ടോ, അതിലെ പ്രിന്റ് ആണത്. ബ്ലൂ കളറാണ് കേട്ടോ, നേവി ബ്ലൂ. അതാണ് ഫ്രണ്ട്. ബോട്ടത്തിന്റെ ഫ്രണ്ട് ഇങ്ങനെ പടി പോലെ വന്നിട്ട് ബാക്ക് ലാസ്റ്റിക്കുമാണ്. അപ്പൊ നമുക്ക് ഇടാനായിട്ട് നല്ല കംഫർട്ട് ആയിരിക്കും കേട്ടോ. ബോട്ടവും ടോപ്പും സെയിം ഒരേ കളർ തന്നെയാണ്, ഒരേ ഡിസൈനും. പലാസ ബോട്ടം ആണേ. ഇതുണ്ട, ഒരുപാട് വിട്ടില്ല, എന്നാലും ആവശ്യത്തിന് വിടുത്തുണ്ട്. പിന്നെ ടോപ്പ് വന്ന് അലിയാക്കട്ട് ഡിസൈൻ ആണേ. നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ലെങ്ത് ഉണ്ട്. എനിക്കിത് ഏകദേശം ഗൗണൊക്കെ പോലെ തന്നെ, അത്ര ഇറക്കം ഉണ്ട് എനിക്കിത്. 3/4 ആണ് സ്ലീവ്. ഇതുണ്ട്, ഒരു വീനക്ക് പോലെ, വീനക്കല്ല, ഒരു ആലിലക്കഴുത്തെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു നെക്ക് കട്ടിങ്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ഇടേണ്ടവർക്ക് ഓപ്പൺ ഇടാമെന്ന് തോന്നുന്നു. അതുപോലെ ഒരു ഇത് അറ്റാച്ച്ഡാ, ഇവിടെ ഇങ്ങനെ ഒരു അറ്റാച്ച്ഡാ വന്നേക്കുന്നത്. വേണേൽ നമുക്കത് കട്ട് ചെയ്ത് സിബൊക്കെ വെക്കേണ്ടവർക്ക് അങ്ങനെ വെക്കാം. ആലിയക്കട്ട് ഡിസൈൻ ആണ്. ഇത് കണ്ട് ബാക്കും ഇങ്ങനെ ഇവിടെ ഞൊറിയുണ്ട്, ഫ്രണ്ടിൽ ഇങ്ങനെ ആലിയക്കട്ട് പോലെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊന്തിയിട്ടുള്ളൂ. അങ്ങനെ ഇതാണ് കേട്ടോ. നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും അല്ലാതെയൊക്കെ നമുക്ക് പുറത്തു പോകുമ്പം ഡെയിലി വെയർ ആയിട്ട് പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാ. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല മെറ്റീരിയലുമാണ്, നല്ല സാധനമാണ്. പിന്നെ ഇതിന്റെയൊക്കെ പ്രൈസ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാവേ. ഞാൻ വാങ്ങിയ പ്രൈസാണ് ഞാൻ പറയുന്നത്, ജസ്റ്റ് ഇപ്പൊ വേണമെന്ന് പറഞ്ഞേക്കാം. ഇപ്പൊ എനിക്ക് 959 രൂപയാ. അതിനും നല്ല വർത്തായിട്ട് എനിക്ക് തോന്നി, കാരണം നല്ല പ്യുവർ കോട്ടണുമാണ്. ടോപ്പ് ഉണ്ട്, ബോട്ടം ഉണ്ട്. നമുക്ക് സ്റ്റിച്ച് ഒന്നും ചെയ്യണ്ടല്ലോ, ഇപ്പൊ തന്നെ സ്റ്റിച്ചിങ് ചാർജ് തന്നെ എന്തോരെയാ, അവിടെ സ്റ്റിച്ച് ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പൊ നല്ല രീതിയിൽ പിന്നെ നമുക്ക് അഫോർഡബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് വൺ കാണാം. സെക്കൻഡ് വൺ വന്നിട്ട് അതും ഒരു കോട്ടൺ ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. എല്ലാം ഞാൻ കോട്ടൺ ആണ് വാങ്ങിയത്, ഡെയിലി വെയറിന് പറ്റുന്ന രീതിയിൽ നല്ല പ്യുവർ കോട്ടൺ നോക്കിയാണ് ഞാൻ വാങ്ങിയത്. ഇതും ഇതുപോലെ തന്നെ. ബോട്ടം വന്നിട്ട് ഇതുപോലൊരു പലാസ. ഇത് ഇച്ചിരി കൂടെ വിടുത്തുണ്ട് കേട്ടോ, നല്ല രീതിയിൽ ബോട്ടത്തിന് നല്ല രീതിയിൽ വിടുത്തുണ്ട് ബോട്ടം. ഇതിന്റെ ബോട്ടത്തിന്റെ ഫ്രണ്ട് ബാക്ക് ലാസ്റ്റിക്കാ. പിന്നെ ടോപ്പ് വന്ന് ക്രീം കളർ കേട്ടോ. ക്രീം കളറില് റോസ് അല്ല, എന്ത് കളറ്, മാവോ പിങ്ക്. ബേബി പിങ്ക് അല്ല, അതിൽ വെച്ചിട്ട് ഡാർക്ക് ആയിട്ടുള്ള പിങ്ക് അല്ല സത്യത്തിൽ, മാവോന്ന്, ലാവണ്ടർ, ലൈറ്റ് ലാവണ്ടർ, മാവോ പിങ്ക് എന്നാ അതിന് പറയുന്നത്. ലാവണ്ടർ, ലൈറ്റ് ലാവണ്ടർ കളർ, ഇങ്ങനെ സർക്കിൾ ഡിസൈൻ വരുന്നതാണേ. എല്ലാത്തിനെയും ഞാൻ ഇട്ട ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തേക്കാം കേട്ടോ. ഇത് ഒരു ലൈൻ ടോപ്പാണ്, കാണാവോ, ഇത് ഇങ്ങനെ. ഇതും ഇതുപോലെ തന്നെ ഫ്രണ്ട് വീനക്കാണ്. വീനക്കിന്റെ അവിടെ ഇങ്ങനെ ഒരു എംബ്രോയിഡറി ഡിസൈൻ ചെറുതായിട്ട് പോയിട്ടുണ്ട് കേട്ടോ, കാണത്തില്ലേ, ഇതാ ഇങ്ങനെ. ബാക്ക് വന്ന് പ്ലെയിൻ ലൈൻ, ഫ്രണ്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ നെക്കിന്റെ താഴ്ഭാഗം, അവിടെ ചെറിയൊരു ഞൊറി ഉണ്ട് കേട്ടോ. പിന്നെ ഇത് പറയുകയാണെങ്കിൽ ഇച്ചിരി സീ ത്രൂ ആണ് കേട്ടോ. പിന്നെ പ്യുവർ കോട്ടൺ ആണല്ലോ, അതുമല്ല. പിന്നെ നമ്മള് വൈറ്റും ക്രീം ബേജ് അങ്ങനത്തെ കളറൊക്കെ എടുക്കുമ്പം ഇച്ചിരി സീ ത്രൂ ആയിരിക്കും. അകത്തൊരു ഇന്നറോ ഷിമ്മീസ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. ഞാൻ ഇതെല്ലാം റിട്ടേൺ ഒന്നും കൊടുക്കുന്നില്ല, എനിക്ക് ഇഷ്ടമായി, ഇട്ട് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാം എടുത്തേക്കുന്ന ലാർജ് ആണ്, എനിക്കിപ്പോ സൈസ് ലാർജാ. പിന്നെ ആ ബ്ലൂ മാത്രം
ഡബിൾ എക്സലാ വന്നേക്കുന്നത്. ഞാൻ എക്സലാ ഓർഡർ ചെയ്തേ, എനിക്ക് വന്നേക്കുന്ന എന്തോ മിസ്റ്റേക്ക് ആയിട്ട് ഡബിൾ എക്സലാ വന്നേക്കുന്നത്. ഞാൻ ഷേപ്പ് ചെയ്ത് എടുക്കാമെന്ന് ഓർത്തു, റിട്ടേൺ ഒന്നും അയക്കുന്നില്ല. ഇത് ചെറിയ രീതിയിൽ സീ ത്രൂ ആയി. ഇതുപോലൊരു ടോപ്പും ബോട്ടോ എനിക്ക് ഞാൻ നേരത്തെ മീഷോയിൽ നിന്ന് വാങ്ങിയിരുന്നു. അപ്പം ഞാനത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പം ഒന്നുകൂടെ തുണി ഒന്ന് അടുത്തു. എന്നിട്ട് അതിപ്പോഴും ഞാൻ സ്ഥിരം കഴുകി വാഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് റിട്ടേൺ ഒന്നും അയക്കുന്നില്ല. ഇത് ഞാൻ എടുക്കാം. ഇതാണ് സെക്കൻഡ് വൺ. ഇനി തേർഡ് വൺ കാണാം. തേർഡ് വൺ വന്നിട്ട് മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റാണ്. ഇത് 3 പീസ് സെറ്റാ. ബോട്ടം, ടോപ്പ് ആൻഡ് ഷാള്. പ്യുവർ കോട്ടൺ ആണേ. ഇതെനിക്ക് മിന്ത്രയിൽ നിന്ന് വാങ്ങിയ 3 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ സാധനമാണ് ഇത് കേട്ടോ. നല്ല പ്യുവർ കോട്ടണാ. ഇത് മാത്രം 1000 മേൽപോട്ട് പോയിട്ടുണ്ട്. എനിക്ക് എത്രയാന്ന് പ്രൈസ് ഓർക്കുന്നില്ല, ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ 1600 1700 ആ റേറ്റ് ഒക്കെ ആകും. അത്രയൊക്കെ ആവും. ഷോപ്പിൽ നിന്നാണെങ്കിലും ശരി, നമ്മൾ ഇൻസ്റ്റഗ്രാം ഓരോ പേജുകളിൽ നിന്ന് വാങ്ങിയാലും അത്ര റേറ്റ് ഒക്കെ ആവും എനിക്ക് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് എനിക്കിത് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നല്ല പ്യുവർ കോട്ടൺ ആണ്, ഡെയിലി വെയറിനും ഒക്കെ പറ്റും, നല്ലതാട്ടോ. ഇതിന്റെ ബോട്ടം വന്നിട്ട് പാരൽ ബോട്ടം ആണേ. പലാസ വിത്ത് പാരൽ എന്ന് പറയാം. പലാസയോ അല്ല പാരൽ ബോട്ടോ അല്ല, അങ്ങനെ രണ്ടും കൂടെ എടുക്കുക. അധികം വിടുത്തൊന്നുമില്ല, എന്നാൽ വിടുത്ത് കുറവുമില്ല അങ്ങനെ. പിന്നെ ഫ്രണ്ടും ബാക്കിൽ ലാസ്റ്റിക് ആണ്. പിന്നെ ടോപ്പ് വന്നിട്ട് ആലിയ കട്ട. ഇതാ ഇങ്ങനെ വരിക. പിന്നെ ഇതിന്റെ വീനക്കാണ്, ഇങ്ങനെ വരും. എന്നിട്ട് ഇതില് ചെറിയ സീക്വൻസ് ഇവിടെ പോകുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് സീക്വൻസ് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഫ്രണ്ട് ഞൂറി, ബാക്കും അതുപോലെ തന്നെ. ഇതുണ്ടോ, ഇങ്ങനെയാ വരിക. 3/4 സ്ലീവ്. സ്ലീവിന്റെ എഡ്ജിലും ഇതുപോലെ ചെറിയൊരു ഡിസൈൻ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത്. നല്ല പ്യുവർ കോട്ടൺ ആണേ. ഇത് കണ്ടോ, ബേജ് കളറാന്ന് തോന്നുന്നു. ബേജ് അങ്ങനെയാന്ന് തോന്നുന്നു ഈ കളറ്. ഒരു പിങ്ക് മിക്സ് വരുന്ന ഒരു ബേജാണേ. പിന്നെ റോസ് കളർ ഫ്ലവർ അതിലുണ്ട്. ഇതിന്റെ ഷോള് വന്നിട്ട് ഇങ്ങനെ വരിക കേട്ടോ. ഇത് കണ്ടോ, കണ്ടോ, കാണത്തില്ലേ? നല്ല ലെങ്തും വിട്ടും തലയിലൊക്കെ ഇടാനാണേലും സൈഡായിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ആണേലും നല്ല ലെങ്തും വിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ ഷോള്. പ്യുവർ കോട്ടണുമാണേ. ഇതിന്റെ പ്രൈസ് ഞാൻ ഓർക്കുന്നില്ല, സ്ക്രീനിൽ മെൻഷൻ ചെയ്തേ. അടുത്തത് വാങ്ങിയത് മീഷോയിൽ നിന്നാണേ. അത് വന്ന് ഇതുപോലെ തന്നെ ടോപ്പും ബോട്ടവും ആണ്. ഇത് പ്യുവർ കോട്ടൺ അല്ല, ഇത് വന്ന് കോട്ടൺ റയോൺ മിക്സാ. പക്ഷെ മെറ്റീരിയൽ ഒക്കെ നല്ല മെറ്റീരിയൽ കേട്ടോ, ഒരു കുഴപ്പമില്ല. വാഷ് ചെയ്ത് അങ്ങനെ ശൃംഗേജ് ഒന്നും ഉണ്ടാവുകയില്ല, നല്ല മെറ്റീരിയലാ, കുഴപ്പമൊന്നുമില്ല. ഇത് വന്ന് ഇതാ ഇങ്ങനെ വരിക ടോപ്പ്. ഇങ്ങനെ ടോപ്പില് ചെറിയൊരു പടി പോലെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ബട്ടൺ ഉണ്ട്. ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കൈക്കാണേലും ഇങ്ങനെ എംബ്രോയിഡറി ഉണ്ട്. ഇങ്ങനെ പഫ് സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ഒരു പടിയ ഇത് ഇങ്ങനെ വരിക. എ ലൈൻ ആണേ. എ ലൈൻ ആ സംഭവം. കോളർ ഉണ്ട്. പിന്നെ ബോട്ടം വന്ന പാരൽ ബോട്ടമാ. ഫ്രണ്ട് ബാക്ക് ലാസ്റ്റിക്കും ഇങ്ങനെ ബോട്ടം. കളർ വന്ന് ചെറുപയർ പച്ച, അങ്ങനെയാന്ന് തോന്നുന്നു ഇതിന് പറയുന്നേ, ചെറുപയർ പച്ച. ഈ മെറ്റീരിയൽ വന്ന കോട്ടണും റയോണും കൂടെ മിക്സാ. കണ്ട കോട്ടൺ പോലെ ഇരിക്കും, പക്ഷെ റയോൺ മിക്സാ. അങ്ങനത്തെ മെറ്റീരിയലാ. നല്ലൊരു കളറുവാ. എല്ലാത്തിനും ഞാൻ കാണിക്കാം. ഫോട്ടോ ആഡ് ചെയ്തേക്കാവേ. ഇട്ട ഫോട്ടോ ആഡ് ചെയ്തേക്കാം. ഇങ്ങനെ ആയിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിത് എക്സലാ എടുത്തേക്കുന്നത്. ഇങ്ങനൊരു പടിയൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കൈയൊക്കെ കാണാനായിട്ട്. അടുത്തത് വന്നിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായ, നമ്മളെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഒരുപാടൊരു 8 മാസം 1 വർഷമൊക്കെ മുന്നേ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഇങ്ങനെ ഓടിക്കൊണ്ട് നടന്നൊരു സെറ്റാ. ഞാൻ വാങ്ങാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം നോക്കിയ സെറ്റാ. പിന്നെ ഞാൻ അത് വാങ്ങിയില്ല. ഇപ്പൊ ഞാൻ അത് മീഷോയിൽ കണ്ടപ്പം അങ്ങ് വാങ്ങി. എല്ലാ കളർ, ഇതിന്റെയൊക്കെ എല്ലാ കളറും ഉണ്ട് കേട്ടോ. ഇപ്പം ഈ ലാസ്റ്റ് വൺ കാണിക്കുന്നതിന്റെ ഒരുപാട് കളറുകളുണ്ട്. ഒരു 5-8 കളറുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നേ. പിന്നെ ഇപ്പൊ ഞാൻ കാണിച്ച ചെറുപയർ വെച്ച 500 എത്രയോ സംതിങ്ങാ. ഇപ്പൊ കാണിക്കാൻ പോകുന്ന സെറ്റും 500 എത്രയോ സംതിങ് ആണേ. അത്രയൊക്കെ ഞാൻ വാങ്ങിയത്. പിന്നെ സെറ്റ് കാണണ്ട ഏതാന്ന് നിങ്ങൾക്കെല്ലാം കാണിക്കുമ്പോൾ അറിയാം. ഇതാണ് ആ സാധനം. കണ്ടോ, നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ഇതെല്ലാം എല്ലാവരും കണ്ടിട്ടുള്ള സാധനം. ഇതാണത്.
ഇങ്ങനെ ഫ്രണ്ടിൽ നല്ലൊരു ഇതുണ്ട് വർക്ക്, വൈറ്റ് കളർ വർക്കും അതിലൊരു പേൾ വർക്ക് പോയിട്ടുണ്ട്. ഇതാ പേൾ വർക്ക് പോയിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ മുത്ത് വർക്ക് പോയിട്ടുണ്ട്. കൈയാണ് ഇതിന്റെ ഹൈലൈറ്റ്. എനിക്ക് ഇങ്ങനത്തെ കൈ ഭയങ്കര ഇഷ്ടം. അത് കണ്ടോ ഞാനിപ്പോ ഇട്ടേക്കുന്ന സൈസ്, അത് കണ്ടോ ഇങ്ങനെ വന്നിട്ട് പഫ് സ്ലീവ് പോലെ. എനിക്ക് ഒരുപാട് ഇഷ്ടം അങ്ങനത്തെ കൈ. ഇവിടെ ഒരു ലൈസ് പോകുന്നുണ്ട്. ഇവിടെ ഞുറിയാണേ. പിന്നെ 3/4 ഇവിടം വരെ കിട്ടും. 3/4 ആണ്. പൊക്കം പൊക്കമുള്ളവർക്കും കിട്ടും. ഇതിങ്ങനെ ഒരു എയർലൈൻ ടോപ്പാണ്. ബാക്കിൽ ഇങ്ങനെ എയർലൈനും ഫ്രണ്ടിൽ ഇങ്ങനെ എയർലൈൻ ആണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട്, ഞുറുവും വരുന്നുണ്ട്. രണ്ട് സൈഡിലും ലൈസ് ഡീറ്റെയിലും വരുന്നുണ്ട്. എയർലൈൻ ആണ്. സ്വെറ്റ് ഒന്ന് പ്യുവർ കോട്ടൺ ആണ്. ബോട്ടവും അങ്ങനെ തന്നെ പാരൽ ബോട്ടാണ്. ബാക്കും ഫ്രണ്ടും ഇങ്ങനെ പ്ലാസ്റ്റിക്കും നോർമൽ ബോട്ടം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഹോൾ വീഡിയോ. മിന്ത്രയിലൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ ഓഫർ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ലാസ്റ്റ് കാണിച്ചതും അതിൽ ഇച്ചിരി ഒരു മൈനസ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ കാണിച്ചത്. അത് സീ ത്രൂ ആയതുകൊണ്ട്, കാരണം അത് ആ കളറിന്റെ ആവും. ബേജും ക്രീമും വൈറ്റും ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ചെറിയ രീതി സീ ത്രൂ ആയിരിക്കും. നമുക്ക് ഷിമ്മീസോ ഇന്നറോ ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാം നല്ല പ്രൊഡക്റ്റ് ആണ്. പ്യുവർ കോട്ടണും ആണ്. നിങ്ങൾക്ക് തന്നെ ഹോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും. ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.